ഇന്നും സഭയിൽ വലിയ വാക്പോര് തന്നെ നടന്നു. ശബരിമല വിഷയത്തിലെന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ വാക്പോരാണെന്ന് സഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷ ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പോരെന്ന് പറയാം. പ്രതിപക്ഷ ഏറ്റുമുട്ടലിനൊടുവിൽ നിയമസഭ പിരിഞ്ഞു. പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു പോകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്ന ആശങ്ക ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. സമരം സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജാമ്യം നേടിയാലും പ്രതികൾ രക്ഷപ്പെടില്ലെന്ന ഹൈക്കോടതി പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന്റെ മറുപടി ഉണ്ടായത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഇന്നലെ കോടതി പറഞ്ഞത് തന്നെയായിരുന്നു ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ ആയുധം. അത് മറ്റൊന്നുമല്ല, അന്വേഷണം ശരിയായ ദിശയിലാണ്, SIT അന്വേഷണം ശരിയായ ദിശയിലാണ്, കുറ്റം ചെയ്തവർ രക്ഷപ്പെടില്ല എന്നും ഇന്നലെ കോടതി പറയുന്നു. അതുതന്നെ ആയുധമാക്കുന്നു ഭരണപക്ഷം. ഇന്ന് എന്തൊക്കെയാണ് സഭയിൽ നടന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു ഇന്നത്തെ നിയമസഭയിലെ പ്രധാന ചർച്ചാ വിഷയം. ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷം ആ വിഷയം ഉന്നയിച്ചു. വളരെ തയ്യാറെടുപ്പോടുകൂടിയാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലേക്ക് വന്നത്. രാവിലെ സഭാ കവാടത്തിൽ നിന്ന് പ്രകടനമായിട്ടാണ് ചോദ്യോത്തരവേള സമയത്തേക്ക് സഭയിലേക്ക് പ്രതിപക്ഷം വന്നത്. കോടതി ഇന്നലെ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്ന വാദമാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് വി സതീശൻ അത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളെ ഇനിയും ചോദ്യം ചെയ്യാനും പിടികൂടാനുമുണ്ട്. CPM നേതാക്കൾ ക്യൂവിലാണ്. അതുകൊണ്ടാണ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്ന ആരോപണമാണ് സഭയിൽ പ്രതിപക്ഷം ആവർത്തിച്ചത്. എന്നാൽ ഭരണപക്ഷമാകട്ടെ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കോടതിയുടെ ഇന്നലത്തെ പരാമർശമാണ് ഭരണപക്ഷം ആയുധമാക്കിയത്. ഹൈക്കോടതിയുടെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുവെന്ന പരാമർശം പ്രതിപക്ഷത്തിന് മുഖത്തേറ്റ അടിയാണ് എന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് പറഞ്ഞത്. സ്പീക്കറും ഈ അന്വേഷണം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണ്, പ്രതിപക്ഷം സഹകരിക്കാത്ത എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർത്തി. എന്തായാലും പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധത്തിനൊടുവിലാണ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടത്തിനാണ് ഇന്ന് ഒരു താൽക്കാലിക ബ്രേക്ക് വന്നിരിക്കുന്നത്. ഇനി 23-നാണ് സഭ സമ്മേളിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.